എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ CPO എക്സാം അല്ല ഏത് ഫോഴ്സ് എക്സാം ആയാലും അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് കാര്യമായ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാനും അതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനുമായിട്ട് സഹായിക്കുന്ന തരത്തിലാണ് ടാലന്റ് ഈ ഒരു റെക്കോർഡ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂർ വരെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ടോപ്പിക് ബേസ്ഡ് എക്സാമുകൾ ഉണ്ടാവും, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞങ്ങൾ തരും, ദെൻ അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് ആവുന്നത് 399 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് CPO റാങ്ക് ഫെയിലും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ USCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talgera.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ വാങ്ങുക, പഠിക്കുക, എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഒക്കെ എന്ത് നടന്നു, തെരഞ്ഞെടുപ്പ് നടന്നു. സോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതുച്ചേരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാൻ ഉപയോഗിച്ച റോബോട്ടിന്റെ പേര് എന്താണ്? അപ്പോൾ റോബോട്ടിന്റെ പേരാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് എവിടെയാണ്? പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാൻ ഉപയോഗിച്ച റോബോട്ടിന്റെ പേര് എന്താണ്? നില. നില എന്നാണ് റോബോട്ടിന്റെ പേര്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ, 2026 ഏപ്രിൽ 9 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ എന്ത് ചെയ്യാം, ഇനി ഒരു ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പഴയ തുണികൾ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളുക. എന്താണ് ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇതാണ് നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. പ്രത്യേകത എന്താ പറഞ്ഞേ? ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി, അതായത് പഴയ തുണികൾ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഴം തുണികൾ സംസ്കരിച്ചെടുക്കാനായിട്ട് എന്താ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ്? നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്, അഥവാ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ 200ാമത് ജന്മവാർഷികം 2027 ആചരിക്കുകയാണ്. അപ്പോൾ ജ്യോതിബ ഫുലെയുടെ ജന്മവാർഷികം എത്രാമത്തെ? 200ാമത് ജന്മവാർഷികം. അപ്പോൾ അദ്ദേഹം ജനിച്ച എന്നാണ്? 1827 എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ജനിച്ചത് 1827 ഏപ്രിൽ 11 ഈ പറയുന്ന ജ്യോതിബ ഫുലെ ജനിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ദെൻ അദ്ദേഹത്തിന്റെ 200ാമത് ജന്മവാർഷികം 2027 ആചരിക്കുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജ്യോതിബ ഫുലെയുടെ 200ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എത്ര വർഷമാണ്? 2 വർഷം നീണ്ടു നിൽക്കുന്ന, അതായത് 2026 മുതൽ 2028 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ദെൻ ഈ പറയുന്ന ജ്യോതിബ ഫുലെയാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞിട്ട്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിറാവു ഫുലെയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ദെൻ അദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഗുലാംഗിരി, ഇഷാര തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത് ഇദ്ദേഹമാണ്. പക്ഷെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, താഴ്ന്ന ജാതിക്കാരെ സൂചിപ്പിക്കാനായിട്ട് ദളിത് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിബ ഫുലെയാണ്. അപ്പോൾ ദളിത് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പറയുന്നത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ ദേശീയ പാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേര് ഇതാണ്, ആരോഗ്യവനം. ഇത് നമ്മുടെ മലയാളവൽക്കരിക്കുമ്പോൾ ആരോഗ്യവനം എന്നാണ്, പക്ഷെ നമ്മുടെ ഹിന്ദിയിലോട്ട് പോകുമ്പോൾ എന്താണ്? ആരോഗ്യവൻ എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്.
ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. സോ ഇതിലൂടെ എന്ത് ചെയ്യുക? ഇന്ത്യയുടെ ജൈവ സമ്പത്ത്, ജൈവ വൈവിധ്യം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദേശീയപാത അതോറിറ്റി ഉദ്ദേശിക്കുന്നത്. സോ അതുകൂടെ ഓർക്കുക. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ പറയുന്ന ആരോഗ്യവനം എന്ന് പറയുന്നത് പദ്ധതി ആരംഭിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റിയാണ്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോഷൻ പക്വാടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ആരോഗ്യശീലം എന്ത് ചെയ്യുക? നല്ല ആരോഗ്യം എന്നത് മാത്രമല്ല, നല്ല ആഹാരശീലം പ്രോത്സാഹിപ്പിക്കുക, പോഷകാഹാരശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോഷൻ പക്വാട ആചരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, 2019 എന്ത് ചെയ്യുന്നത്? പോഷൻ പക്വാട സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഇപ്പോൾ നടക്കുന്നത്, അതായത് 2026 ആരംഭിച്ചത് 8ാമത് പോഷൻ പക്വാടയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പോഷൻ പക്വാടയുടെ 8ാമത് പതിപ്പിന് 2026 ഏപ്രിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ദെൻ ഇതിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കി വെച്ചേക്കാം. മാക്സിമൈസിങ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇൻ ദ ഫസ്റ്റ് 6 years ഓഫ് ലൈഫ്. എന്താണ് മാക്സിമൈസിങ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇൻ ദ ഫസ്റ്റ് 6 years ഓഫ് ലൈഫ് എന്നുള്ളതാണ് 2026 പോഷൻ പക്വാടയുടെ പ്രമേയം എന്ന് പറയുന്നത്. സോ പ്രമേയം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു 2019 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ വനിതാ ശിശു വികസന മന്ത്രിയായിട്ടുള്ള അന്നപൂർണ ദേവിയാണ് എന്ത് ചെയ്തത്? ഇനാഗുറേറ്റ് ചെയ്തത്. സോ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാം അല്ലെ, ഹോർമൂസ് കടലിടുക്ക് അല്ലെ. അപ്പൊ ആ ഹോർമൂസ് കടലിടുക്ക് കടന്ന് വേണം ഇങ്ങോട്ട് നമ്മുടെ LPG ആയാലും മറ്റു സാധനങ്ങളായാലും ഇങ്ങോട്ട് വരാനായിട്ട്. സോ ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്, ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ഇതാണ്. നമുക്കറിയാം അല്ലെ, ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ചെറിയ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഇസ്ലാമാബാദ് വെച്ച് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ, ആദ്യ ഇന്ത്യൻ കപ്പൽ, നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് പഠിക്കുക. ഈ ഒരു വെടിനിർത്തലിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്ന ആദ്യ ഇന്ത്യൻ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗ് വിക്രം. ഏതാണ്? ജഗ് വിക്രം എന്നാണ് ഈ ഒരു കപ്പലിന്റെ പേര്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? അപ്പോൾ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന അഭ്യാസത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്രാനാണ്, രാജസ്ഥാനിലാണ്. ദെൻ ഇത് ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനികാഭ്യാസമായിട്ടുള്ള ബ്രഹ്മാസ്ത്രയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്രാനാണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ 2026 കേട്ടോ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ IPL നടക്കുമല്ലേ, സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരം. എന്താ പറഞ്ഞേ? 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ താരം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ താരം ആരാണ്? അത് ലോകേഷ് രാഹുൽ ആണ്. ആരാണ്? ലോകേഷ് രാഹുൽ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ സഞ്ജു വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി നേടി എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ ഒന്ന് പറഞ്ഞൂടെ, 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കണ്ടന്റിനെ ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ? സോ നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് പഠിച്ചേക്കടാ. ദെൻ ഏതൊക്കെ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് സഞ്ജു സെഞ്ചുറി നേടിയിട്ടുള്ളത്? ഒന്ന് ഡൽഹി ക്യാപിറ്റൽസ് ആണ്, ദെൻ രാജസ്ഥാൻ റോയൽസ്, ദെൻ ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഈ 3 ടീമുകൾക്ക് വേണ്ടിയിട്ട് IPL എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ദെൻ സഞ്ജുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എങ്കിലും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ സഞ്ജുവിന്റെ കാര്യത്തിലുണ്ട് അല്ലെ. കാര്യം ഇപ്പോൾ നടന്ന T20 വേൾഡ് കപ്പിലായാലും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജു ആയിരുന്നു. ദെൻ കേരള പുരസ്കാരം നേടിയ ആദ്യ കായിക താരം എന്ന് പറയുന്നത് സഞ്ജു ആണ്. നമ്മളത് പഠിച്ചാണ് അല്ലെ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ ആയിരുന്നു. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് നമുക്കെല്ലാം അറിയാം അല്ലെ, ആശാ ഭോസ്ലെ എന്ന് പറയുന്ന എന്താണ് അനുഗ്രഹീത കലാകാരി. അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ 2026 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ പിന്നണി ഗായിക ആശാ ഭോസ്ലെ. ആരാണ്? ആശാ ഭോസ്ലെ ആണ്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന് പറയുന്നത് ആശാ ഭോസ്ലെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന് പറയുന്നത് ആശാ ഭോസ്ലെയാണ്. ഏകദേശം 11,000
പതിനൊന്നായിരത്തിലധികം ഗാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമി അവാർഡ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായിക എന്ന് പറയുന്നത് ആശാ ഭോസ്ലെയാണ് കേട്ടോ. ഗ്രാമി അവാർഡ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ഗായിക എന്ന് പറയുന്നത് ആശാ ഭോസ്ലെയാണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇവരുടെ പൂർണ്ണനാമമാണ് കേട്ടോ, ആശലത ദീനനാഥ് മങ്കേഷ്കർ. അപ്പോൾ ആശാ ഭോസ്ലെയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് ആശലത ദീനനാഥ് മങ്കേഷ്കർ. ആ മങ്കേഷ്കർ കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം കിട്ടില്ലേ, ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണ്. അപ്പോൾ നമ്മുടെ ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണ് ആശാ ഭോസ്ലെ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഏകദേശം 20-ലധികം ഭാഷകളിൽ പാടിയിട്ടുണ്ട്, 11,000-ലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്, അതായത് 2 അവാർഡുകളാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച ലഭിക്കുന്ന അവാർഡ് ഏതാണ്, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ലെ. ആ പുരസ്കാരം 2000-ലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്, ആശാ ഭോസ്ലെക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2008-ല് എന്ത് കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ. 2008-ല് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്ക്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയം ആണ്, മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്ന റാങ്ക് ഫെയിൽ ആണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranza.talentkerala.com ഈ ഒരു പുസ്തകം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ്, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനായിട്ട് ഉപയോഗിച്ച റോബോട്ട് ഏതാണെന്ന് പറഞ്ഞു. നില എന്നാണ് റോബോട്ടിന്റെ പേര്. അതിനുശേഷം പറഞ്ഞത് പഴയ തുണികൾ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്ന് പറഞ്ഞു. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ജ്യോതിറാവു പുലെയുടെ 200ാമത് ജന്മവാർഷികം, അതിനോടനുബന്ധിച്ച് 2 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ആരോഗ്യവനം എന്ന് പറയുന്ന പദ്ധതിയാണ്. ആരംഭിച്ചത് ദേശീയപാത അതോറിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ദേശീയപാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്തത്, ആരംഭിച്ചത്. അതിനുശേഷം പോഷൻ പക്വാഡയുടെ 8ാമത് പതിപ്പിന് തുടക്കം കുറിച്ച കാര്യം പറഞ്ഞു. 2026 ഏപ്രിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഹോർമോസ് കടലിടുക്ക് കടന്ന ആദ്യ ഇന്ത്യൻ കപ്പൽ ഏതാണ്, ജഗ വിക്രമാണ്. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദി 2026 നടന്ന എന്നാണ് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന അഭ്യാസത്തിന്റെ വേദി പൊക്രാനാണെന്ന് പറഞ്ഞു, രാജസ്ഥാൻ. അതിനുശേഷം 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ 2ാമത്തെ താരം, അല്ലെങ്കിൽ 3 വ്യത്യസ്ത ടീമുകൾക്കായിട്ട് IPL സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സഞ്ജു സാംസൺ ആണ്. അതിനുശേഷം 2026 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ പിന്നണി ഗായിക ആരാണ്, ആശാ ഭോസ്ലെ. കൃത്യമായിട്ട് പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ BPCL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ റോബർട്ട് ജെറാർഡ് രവി, അർവിന്ദർ സിംഗ് സാഹ്നി, കിരൺ തോമസ്, സഞ്ജയ് ഖന്ന. ശരി ഉത്തരം കമന്റ് ചെയ്യുക. 2ാമത്തെ ചോദ്യം, 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഏതെന്നാണ്? അമൂൽ, ഡാബർ, നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആര് എന്നുള്ളതാണ്. അത് G കൃഷ്ണകുമാർ ആണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 3 വർഷത്തേക്കാണ് നിയമനം. 2ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, മുംബൈ ആണ്. സോ ഇതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഏപ്രിൽ 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.